കോഴിക്കോട് KSRTC ബസിന്റെ ചില്ല് അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതികരണവുമായി യുവതി രംഗത്ത്. അത്യാവശ്യമായി ശുചിമുറിയിൽ പോകേണ്ട അവസ്ഥയുണ്ടായി. ബസ് നിർത്താൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാർ ചെവിക്കൊണ്ടില്ലെന്ന് യുവതി പറയുകയാണ്. KV രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഈ ദൃശ്യങ്ങൾ വന്നതിന് ശേഷം വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്നാണ് യുവതി പറയുന്നത്? പ്രതീക്ഷ, അങ്ങനെ ഒരു കൃത്യം ചെയ്യേണ്ടി വന്നതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അതിന് നിർബന്ധിതയായത് എന്തുകൊണ്ടാണ് എന്നാണ് യുവതി ഈ പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നത്. ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വൈറലാണ്. ഒപ്പം കടുത്ത സൈബർ ആക്രമണം കൂടിയാണ് യുവതി നേരിടുന്നത്. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിനിയാണ്. അപ്പോൾ ശുചിമുറിയിൽ പോകേണ്ടുന്ന അത്യാവശ്യം വന്നു. അങ്ങനെ സഹിച്ചു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. ബസ് നിർത്തണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നു ജീവനക്കാരോട്, പക്ഷെ അത് കേട്ടില്ല. ഇപ്പോൾ ഈ പ്രചരിക്കുന്നത് ഒരു ചെറിയ ക്ലിപ്പ് മാത്രമാണ്, വീഡിയോ. അതിന് മുൻപും പിൻപും ഉണ്ടായ കാര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊന്നും ഈ വീഡിയോയിലൂടെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുകൂടിയാണ് യുവതി പറയുന്നത്. ഈ ബസ് എന്നുള്ളത് ഗിയറും ബ്രേക്കൊക്കെ ഉള്ള റോട്ടും ഓടുന്ന ആവശ്യത്തിന് ചവിട്ടിയാൽ നിർത്താനും എടുക്കാനും സൗകര്യമുള്ള ഒരു വാഹനമാണ് ഈ ബസ് എന്നുള്ളത്. ഒരു ബസ് യാത്രയിൽ ഒരു പെൺകുട്ടി പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഇറങ്ങണമെന്നുള്ളത്. അങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ടാണ് ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നത്, ഡ്രൈവർ സീറ്റിന്റെ അടുത്തെത്തുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഇറങ്ങണം, നിർത്തി തരൂ എന്നുള്ളത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ആ ഡ്രൈവറും കണ്ടക്ടറും ഒരു സ്ത്രീ എന്നുള്ള പരിഗണന കൊടുക്കാതെ അവരോട് കാണിച്ചത് തന്തയിലൈമ തരാണ്, ശുദ്ധ തണ്ടി തരാണ്. ആ ഒരു സാഹചര്യത്തെ വഷളാക്കി അവരെ 25,000 20,000 ഫൈൻ അടപ്പിച്ച ഗവൺമെന്റോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ന്യായവും നീതി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ സ്ത്രീയുടെ പരിഗണന ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ പിഴ എന്ത് ചെയ്യണം, അവർക്ക് തിരിച്ചേൽപ്പിക്കലാണ് അതിന്റെ ന്യായം. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് ഈ പരട്ടകൾ എന്ത് ചെയ്യണം, സസ്പെൻഡ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്.